ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ദോശേൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് കറിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടല എടുത്തിട്ട് ഒരു 7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഈ കടലക്കറി രാവിലത്തേക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ രാത്രി തലേന്ന് നമുക്ക് കടല വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് അധികം പച്ചക്കറികളൊന്നും കട്ട് ചെയ്ത് ചേർക്കണ്ട. ഒരു ഉള്ളീൻ്റെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളീൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, ഇഞ്ചിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2-3 ആൾക്ക് കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്തേക്കൊന്ന് വെക്കാം. ഇനി 10 വിസിൽ വരുന്നത് വരെ ഞാനിവിടെ കൂക്കിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൂക്കിച്ചെടുക്കുന്നുണ്ടെങ്കിൽ 7-8 വിസിലൊക്കെ മതിയാവും. അങ്ങനെ 10 വിസിലിന് ശേഷം നമ്മൾ കുക്കർ ഇവിടെ തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ചേർക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ഇതിലോട്ട് ചിരകിയ തേങ്ങ 2 കൈപ്പിടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കൈപ്പിടി ഫുള്ളായിട്ടൊന്നുമില്ല, കുറച്ച് കുറവാണ്. ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്താലും കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന കടലക്കറിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് കാച്ചി ഒഴിക്കാനുണ്ട്. ഇനി അടുപ്പിലേക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പം അതിലേക്കൊന്ന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചുവന്നമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയ കടലക്കറി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ രാത്രിത്തെ ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു. അത് രണ്ടിൻ്റെ കൂടെയും കൂട്ടി കഴിച്ചു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ.